അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം സ്നേഹിച്ചു എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആത്മമിത്രം എന്ന് പറഞ്ഞ ഖലീലുള്ള. ഇവരുടെയൊക്കെ ജീവിതം എന്താണ് സുബ്ഹാനല്ലാഹ്. പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണം. ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ അവരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് അവരുടെ വിഷയത്തിലൊക്കെ വലിയ പ്രതീക്ഷകളായിരുന്നല്ലോ, വലിയ പ്ലാനുകളായിരുന്നല്ലോ. അപ്പൊ പിന്നെ എന്നെ ഇങ്ങനെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നോട് അള്ളാഹുവിന് അവരോടുള്ള പ്രിയമില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ പരീക്ഷണങ്ങൾ വന്നോട്ടെ, പരീക്ഷണങ്ങൾ നമ്മൾ തയ്യാറായിട്ടിരിക്കുക. പക്ഷെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, വലിയ ആദരവോടുകൂടി അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം റബ്ബീ അക്രമൻ, എന്നെ ഭയങ്കരമായിട്ട് ആദരിച്ചു. എന്താണെന്നറിയോ, ഞാൻ ഒരുപാട് പുണ്യപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്, ഞാൻ വലിയ നന്മയുള്ള ഒരാളാണ്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇയാള് മണ്ടനാണ്. കാരണം പരീക്ഷണത്തെയാണ് ഇയാള് ജീവിതത്തിന്റെ പൊതുവായ ഒരു അവസ്ഥ എന്നോണം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു പറയാണ്, ഇനി പരീക്ഷണത്തിന്റെ മറ്റൊരു സ്വഭാവം വന്നു. രണ്ടിനെ കുറിച്ചും അല്ലാഹു പറഞ്ഞത് മബ്തലാഹു എന്നാണ്, മാ ഇബ്തലാഹു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രണ്ടാമത് പരീക്ഷണം അല്ലാഹു കൊണ്ട്, ആദ്യം കൊണ്ടൊന്നും പരീക്ഷണമാണ്, പക്ഷെ പരീക്ഷണത്തിന്റെ മറ്റൊരു സ്വഭാവത്തിൽ അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചപ്പോ അദ്ദേഹത്തിന്റെ റിസ്കിനെ എന്ത് ചെയ്തു, ഇടുക്കി കളഞ്ഞു എന്നാണ്. മറ്റേ വിശാലമായ ഒരു പുഴ പോലെ ഒഴുകുകയായിരുന്നു. ഏത് ബിസിനസ് മേഖലയിൽ പോയി കൈതൊട്ടാലും വമ്പം വിജയമാണ്, ഭയങ്കര വിജയം. അയാള് കമന്ന് വീണാൽ കാൽപ്പണവും ഇതായിട്ട് പൊങ്ങി വരൂ എന്നൊക്കെയാ പറയാം. അല്ലെങ്കിൽ കമന്ന് വീഴുന്ന ഒരാൾ എന്ത് ചെയ്തു, പിന്നെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് വായിക്കാത്ത പറയും നോട്ട് കെട്ടുകളായിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞ അവസ്ഥ. പക്ഷെ ഇന്നിപ്പോ തലയും കുത്തി മറിഞ്ഞിട്ടും ഒരു 5 പൈസ പോലും കിട്ടാത്ത ഒരവസ്ഥ. എന്നാൽ ഇടുക്കി കളഞ്ഞു, അതിലേക്ക് വരുന്നില്ല, പൈസകൾ ഒഴുകുന്നില്ല. ഇടുക്കുള്ള സ്ഥലത്തൂടെ ഒഴുക്ക് കുറവാണ്, എല്ലാം ഇങ്ങനെ തട്ടി തടഞ്ഞ് അങ്ങനെ നിൽക്കും. അപ്പൊ ഉടനെ ഇയാൾ പറയാം, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് അള്ളാഹ് പറയുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ്. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റായ കാഴ്ചപ്പാടാണ്, അത് ഈമാൻ ഇല്ലാത്തതാണ്, ഇസ്ലാം ഇല്ലാത്തതാണ്. അങ്ങനെ എന്തൊക്കെ നന്മകളുണ്ടോ അതിൽ നിന്നും ഒഴിവായ ഒരു കാഴ്ചപ്പാടാണ്. ഇനി ഞാൻ ചിന്തിക്കേണ്ടത് എനിക്ക് ഈ സ്വഭാവം ഉണ്ടോ എന്നുള്ളത്. എനിക്ക് നല്ല അനുഗ്രഹമുള്ള സമയത്ത് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിയും പടച്ചവനോട് വലിയ ദിക്റും ദുആകളും നമസ്കാരവും ഒക്കെയാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാ പരിപാടിയും നിർത്തും. അത്തരം ഒരു നന്ദികെട്ട സ്വഭാവമാണ് എന്റേതെങ്കിൽ എന്റെ സ്വഭാവമാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങേറ്റ അപകടകരമാണ്.